electromagnetic theory which united the phenomenon of electricity, magnetism and light. നമുക്കറിയാം ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്നതാണ് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതും ലൈറ്റും. അപ്പോൾ ഇത് മൂന്നിനെയും തമ്മിൽ കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ് മാക്സ്വെൽ ഏത് തിയറി ഫോം ചെയ്തത്? ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിയറി വി നീഡ് ടു നോ സം ബേസിക്സ് ഓഫ് ദിസ് വെക്റ്റർ കാൽക്കുലസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറേ വെക്റ്റർ കാൽക്കുലസിലെ കുറച്ച് ടേംസ് പഠിക്കണം. നിങ്ങൾ മാത്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, എന്തായാലും നമുക്കിതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ വെക്റ്റർ കാൽക്കുലസിൽ നമ്മൾ പഠിക്കുന്ന ടേമാണ് ഡെൽ ഓപ്പറേറ്റർ. ഇതാ സിമ്പിൾ നോക്കിക്കോളാം, ഇങ്ങനെ ട്രയാങ്കിൾ മാതിരി എഴുതുന്നതാണ് ഡെൽ ഓപ്പറേറ്റർ. ഈ ഡെല്ല് വെച്ചിട്ടുള്ള 3 ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് ഗ്രേഡിയൻറ്റ്, പിന്നെ ഡൈവേർജൻറ്റ്, ദെൻ കേൾ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഡെൽ ഓപ്പറേറ്റർ? ദ ഡെൽ ഓപ്പറേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് del is equal to I dou by dou x plus j dou by dou y plus k dou by dou z. ഇവിടെ നമുക്ക് ഐയും ജെയും കെയും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ആദ്യം ഐ എഴുതിയിട്ട് പിന്നെ ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ് എന്ന് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഐ ജെ കെ ഉള്ളതുകൊണ്ട് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഐയുടെ കൂടെ ഡോ ബൈ ഡോ എക്സ് ആണ്, ജെയുടെ കൂടെ ഡോ ബൈ ഡോ വൈ ആണ്, കെയുടെ കൂടെ ഡോ ബൈ ഡോ. അപ്പോൾ ഡിഫറൻഷ്യലാണ്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്, പാർഷ്യലാണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ ഈസ് എ വെക്റ്റർ ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഡെൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഐ ജെ കെ ആർ ദ യൂണിറ്റ് വെക്റ്റർ അലോങ് എക്സ് വൈ സെഡ് ആക്സിസ്. അതൊക്കെ നമുക്കറിയാം, യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. ദ ഡെൽ ഓപ്പറേറ്റർ ഹാസ് മെനി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഇൻ ഫിസിക്കൽ പ്രോബ്ലംസ്. വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സ്കെയിലാർ ആൻഡ് വെക്റ്റർ ഫംഗ്ഷൻസ് യൂസിങ് ദിസ് ഓപ്പറേറ്റർ. ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സ്കെയിലാർ ഫംഗ്ഷനെയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, വെക്റ്റർ ഫംഗ്ഷനെയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കെയിലാർ ഫംഗ്ഷനെയും ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ, ഇത് മൂന്നുമാണ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഡെൽ ഓപ്പറേറ്ററിൻ്റെ. അതിൽ ഫസ്റ്റ് വൺ ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഈ ഓപ്പറേറ്റർ ഡെൽ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ ദ സ്കെയിലാർ ഫംഗ്ഷൻ എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇഫ് ദ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡെൽ ഈസ് ഓപ്പറേറ്റഡ് ഓൺ എ സ്കെയിലാർ ഫംഗ്ഷൻ സൈ എക്സ് വൈ സെഡ്, ദ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ. ഡെൽ സൈൻ എഴുതിയാൽ അതിനർത്ഥം ഇത് വായിക്കേണ്ടത് ഗ്രേഡിയൻ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ സൈൻ ആണ്. ഡെൽ സൈൻ എഴുതിയാൽ വായിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡെല്ലും സ്കെയിലാർ ഫംഗ്ഷൻ സൈയും തമ്മിലുള്ള പ്രോഡക്റ്റിനെ പറയുന്ന പേര്, പ്രോഡക്റ്റ്, സാധാ പ്രോഡക്റ്റിനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേഡിയൻ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ. ദ പ്രോഡക്റ്റ് ഓഫ്, ഇത് നോക്കി അങ്ങ് പറഞ്ഞാൽ മതി, ദ പ്രോഡക്റ്റ് ഓഫ് ഡെൽ ഓപ്പറേറ്റർ ആൻഡ് ദ സ്കെയിലാർ ഫംഗ്ഷൻ സൈ ഈസ് കോൾഡ് ഗ്രേഡിയൻ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ. ഇനി അതിൻ്റെ ആൻസർ നോക്കിക്കേ, ഡെല്ലിൻ്റെ കൂടെ സൈ അങ്ങ് എഴുതിയാൽ മതി. ഡെൽ എന്ന് പറയുന്ന ഇതല്ലേ, ഐ ഇൻറ്റു ഡോ വൈ, ഇതിൻ്റെ കൂടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു സൈ ഇവിടെ നമ്മൾ എഴുതുവാണെങ്കിൽ, ഇവിടെ സൈ എഴുതുവാണെങ്കിൽ ആ സൈ കൊണ്ട് നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് വരും, ഇവിടെ ഡോ സൈ ബൈ ഡോ വൈ എന്ന് വരും, ഇവിടെ ഡോ സൈ ബൈ ഡോ ഇസഡ് എന്ന് വരും. ഐയും ജെയും കെയും കൂടെ ഉണ്ട് താനും, അതാണ് ഈ എഴുതിയേക്കുന്നത്. ഐയും ജെയും കെയും വെക്റ്റർ ഉണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ എന്തും വരും? സൈയും വരും. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു ഡോസ്. ഇത് കാണാതെ ഒന്നും പഠിക്കേണ്ട, ഇതിൻ്റെ കൂടെ സൈ എഴുതി ബ്രാക്കറ്റ് ഇട്ടിട്ട് സൈ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ആൻസറിനകത്ത് ഐയും ജെയും കെയും വരുന്നത് കൊണ്ട് ഡെൽ ഒരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. ഗ്രേഡിയൻറ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ ഈസ് ഓൾസോ എ വെക്റ്റർ ഓപ്പറേറ്റർ. ഗ്രേഡിയൻറ്റും എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ ഓപ്പറേറ്റർ തന്നെയാണ്. അടുത്ത ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഗ്രേഡിയൻറ്റിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കിക്കേ. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഗീവ്സ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ചേഞ്ച് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ ഈസ് മാക്സിമം. അതായത് the gradient of a scalar function gives a particular direction in which maximum rate of increase of that scalar function. ഇപ്പോൾ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ സൈ നമ്മൾ പറഞ്ഞു, ആ സൈയുടെ ഗ്രേഡിയൻ്റ് എടുത്താൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ചേഞ്ച് ഏത് ഡയറക്ഷനിലാണ് മാക്സിമം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ മനസ്സിലാവും. അതായത് ഈ സെൻറ്റൻസാണ് ഓർക്കേണ്ടത്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എഴുതുമ്പോൾ മാക്സിമം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഗീവ്സ് എ ഡയറക്ഷൻ ഇൻ വിച്ച്, ഇത്രയും കാര്യങ്ങൾ എഴുതണം.
അതായത് ആ ഫംഗ്ഷൻ എവിടെയാണ് ആ ചേഞ്ച് മാക്സിമം എന്നുള്ളത് ഏത് ഡയറക്ഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് ദ സ്കെയിലാർ ഫംഗ്ഷൻ സൈ റെപ്രസെൻറ്റ്സ് ടെമ്പറേച്ചർ, സൈ ടെമ്പറേച്ചറിനെയാണ് കാണിക്കുന്നതെങ്കിൽ ഡെൽ സൈ ഈസ് കോൾഡ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഡെൽ സൈനെ പറയുന്ന പേര് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. വി നോ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ബട്ട് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അറിയാലോ, ടെമ്പറേച്ചർ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ആയിരിക്കും. ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ദ ഡയറക്ഷൻ ഈസ് ദ റിസൾട്ട് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് മാക്സിമം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഏതാണോ മാക്സിമം വാല്യൂ വരുന്നത് അതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കും. ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ചേഞ്ച് എവിടെയാണോ മാക്സിമം വരുന്നത് അതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതാണ് ഗ്രേഡിയൻറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് ദാറ്റ് സ്കെയിലാർ ഫംഗ്ഷൻ. ഡെല്ലും ആ സ്കെയിലാർ ഫംഗ്ഷൻ സൈയും തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ചേഞ്ച് ഈസ് മാക്സിമം. മനസ്സിലായോ? ഇതിൻ്റെ പർട്ടിക്കുലർ ഡയറക്ഷൻ ഇൻ വിച്ച് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അടുത്ത ഡൈവേർജൻറ്റ്. ഡൈവേർജൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെൽ ഓപ്പറേറ്ററും ഒരു വെക്റ്റർ ഫംഗ്ഷൻ എ, നേരത്തെ സ്കെയിലാർ ആയിരുന്നു, ഇവിടെ വെക്റ്റർ. ഈ ഡെല്ലും എയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് മറ്റേത് നേരത്തെ നമ്മൾ വെറും പ്രോഡക്റ്റാണ് പറഞ്ഞത്, ഇവിടെ ഡോട്ട് പ്രോഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഡൈവേർജൻറ്റ്. ഇതാണ് ഡൈവേർജൻറ്റ് മൾട്ടിപ്ലൈ ഡെൽ ഓപ്പറേറ്റർ ബൈ അനദർ വെക്റ്റർ ആസ് എ റിസൾട്ട് ഓഫ് എന്ന് വേണ്ട, നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. കൺസിഡർ എ വെക്റ്റർ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എ ഈസ് ഈക്വൽ ടു IAX പ്ലസ് JAY പ്ലസ് KAZ. ഇങ്ങനെ ഒരു വെക്റ്റർ എടുക്കുന്നു. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു IAX പ്ലസ് JAY പ്ലസ് KAZ. ഇങ്ങനൊരു വെക്റ്റർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അടുത്ത ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ ആ ഡെല്ലും എയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ്. ഇവിടെ ആ ഡോട്ട് ഇടാൻ മറക്കരുത്. ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് എ ഈസ് കോൾഡ് ഡൈവേർജൻറ്റ്. ഇങ്ങനെയാണ് ഡെഫിനേഷൻ പറയേണ്ടത്. ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ഓപ്പറേറ്റർ ആൻഡ് വെക്റ്റർ എ ഈസ് കോൾഡ് ഡൈവേർജൻറ്റ് ഓഫ് വെക്റ്റർ എ. എന്നിട്ട് ഡെല്ലിൻ്റെ വാല്യൂ ഇതാണ്, നമ്മൾ എഴുതി. എയുടെ വാല്യൂ തൊട്ട് മുന്നേ എഴുതി, അത് എഴുതി, അതിനിടയ്ക്ക് ഡോട്ട് ഇട്ടു. നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനൊക്കെ അറിയാം. I.I 1, J.J 1, K.K 1. അതായത് ഐയും വരുന്നത് മാത്രമേ ഡോട്ട് എടുക്കാൻ പറ്റൂ, ബാക്കി I.J ഒക്കെ 0 ആണ്. അപ്പോൾ ഡോട്ട് എടുക്കുമ്പോൾ ഡോ/ഡോ/എക്സിൻ്റെ കൂടെ AX എഴുതണം, ഡോ/ഡോ/വൈയുടെ കൂടെ AY. അപ്പോൾ ഡെൽ ഡോട്ട് എ എടുത്താൽ അവിടെ പിന്നെ ഐയും ജെയും കെയും കാണില്ല. അപ്പോൾ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. A is a vector quantity but del dot A is a scalar quantity. Divergent of a vector function is a scalar quantity. അതായി എഴുതിയേക്കുന്നത്. Divergent of a vector quantity will always be scalar. കാര്യം ഇതിൻ്റെ ആൻസറിനകത്ത് ഐയും ജെയും കെയും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അടുത്ത ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി is said to be positive if the quantity diverges or spread from a source. ഈ ഫിഗർ 2 നമ്മൾ വരച്ചിരിക്കണം. ഇതൊരു സോഴ്സാണ്, അവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആ ക്വാണ്ടിറ്റി ഇങ്ങനെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു സോഴ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ ഇവിടെ നമ്മൾ പറയും ഡൈവേർജൻറ്റ് ഈസ് പോസിറ്റീവ്. ഇവിടെ ആണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതൊരു സിങ്ക് ആണ്, ഇത് സോഴ്സ്, ഇത് സിങ്ക്. ഈ കേസിൽ ഡൈവേർജൻറ്റ് നെഗറ്റീവ്. അപ്പോൾ ഈ ഫിഗറിൽ ഡൈവേർജൻറ്റ് പോസിറ്റീവ്, ഈ ഫിഗറിൽ ഡൈവേർജൻറ്റ് നെഗറ്റീവ്. സ്പ്രെഡ് ചെയ്ത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഡൈവേർജൻറ്റ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. അതേപോലെ ക്വാണ്ടിറ്റി സിങ്ക് ഇൻ ടു എ സോഴ്സ്, ക്വാണ്ടിറ്റി സിങ്കിൽ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ദ ഡൈവേർജൻറ്റ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. ദ കൺസെപ്റ്റ് ഓഫ് divergent is more important in physics of fluid. At any point if the outflow of the fluid is greater than inflow. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെയാണ് ഇത് കൂടുതൽ ഡൈവേർജൻറ്റിൻ്റെ കേസസ് പറയുന്നത്. അതായത് ഔട്ട്ഫ്ലോ ഇൻഫ്ലോയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഡൈവേർജൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. തിരിച്ച് ഔട്ട്ഫ്ലോ ഈസ് ലെസ് ദാൻ ഇൻഫ്ലോ, അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻറ്റ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ദ ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു ഇൻഫ്ലോ. അതായത് വാട്ടർ പോലുള്ള ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു ഇൻഫ്ലോ, ദെയർഫോർ ഡൈവേർജൻറ്റിന് സെഡ് ടു ബി 0 എന്ന് പറയാം. അപ്പോൾ ഔട്ട്ഫ്ലോ കൂടുതലാണെങ്കിൽ പോസിറ്റീവ്, ഔട്ട്ഫ്ലോ ഈസ് ലെസ് ദാൻ ഇൻഫ്ലോ ഡൈവേർജൻറ്റ് ഈസ് നെഗറ്റീവ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡൈവേർജൻറ്റ് 0. അപ്പോൾ ഡൈവേർജൻറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഫ്ലൂയിഡ് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. അതാണ് ഡൈവേർജൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ. അടുത്ത കേൾ ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഈസ് കേൾ ഓഫ് എ വെക്റ്റർ എ അല്ലെങ്കിൽ എഫ് എന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. നേരത്തെ നമ്മൾ ഡൈവേർജൻറ്റിന് എ എന്ന് എടുത്തതുപോലെ ഇവിടെ നമ്മളൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുന്നു, എഫ് ഇസ് ഈക്വൽ ടു FXI പ്ലസ് ഐയുടെ കൂടെ എക്സ് കമ്പോണൻറ്റ്, ജെയുടെ കൂടെ വൈ കമ്പോണൻറ്റ്.
ജെയുടെ കൂടെ വൈ കമ്പോണൻറ്റ്, കെയുടെ കൂടെ ഇസഡ് കമ്പോണൻറ്റ്. അതാണ് നമ്മളൊരു വെക്ടർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഹിയർ കൺസിഡർ എ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഐ എഫ് എക്സ് പ്ലസ് ജെ എഫ് വൈ പ്ലസ് കെ എഫ് ഇസഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നേരത്തെ എടുത്തില്ലേ ഡെല്ലും എയും തമ്മിൽ ഡോട്ട് എടുത്തപ്പോഴല്ലേ ഡൈവേർജൻറ്റ് കിട്ടിയത്. ഇവിടെ കേൾ എന്ന് വെച്ചാൽ ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് the cross product of del and f is called curl of a vector quantity. അതായത് ഡെല്ലും എഫും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കേൾ എന്ന് പറയുന്നത്. നേരത്തെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയണം. അപ്പോൾ ഡെല്ലും ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് എഫ് ഈസ് കോൾഡ് കേൾ ഓഫ് ദി വെക്ടർ ഫംഗ്ഷൻ. അത് എടുക്കുന്നത് ഡിറ്റർമിനൻ്റ് എടുക്കുക ഐ ജെ. കേൾ എടുക്കുക എന്നറിയാം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നതിന് ഡിറ്റർമിനൻ്റ് വരച്ചിട്ട് ഐ ജെ കെ. എന്നിട്ട് ഡെല്ലിൻ്റെ കാര്യങ്ങൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഇനി എഫിൻ്റെ കമ്പോണൻസ് എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ്. അപ്പോൾ ഐ ജെ കെ. എന്നിട്ട് ഈ ഐ എടുക്കുമ്പോൾ ഈ റോയും ഈ കോളും ഒഴിവാക്കണം. ബാക്കി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ഡോ ബൈ ഓഫ് എഫ് ഇസഡ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ. എന്നിട്ട് ഐ എടുക്കുമ്പോൾ ഇത് ഈ റോയും ഈ കോളം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ. അടുത്ത മൈനസ് ജെ എടുത്തിട്ട് ഡിറ്റർമിനൻ്റൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം. മൈനസ് ജെ എടുത്തിട്ട് ഇതും ഒഴിവാക്കിയിട്ട് ബാക്കി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അടുത്ത കെ എടുക്കുമ്പോൾ അങ്ങനെ അതേപോലെ ഇതെടുത്ത് വെച്ചേക്കുക. അപ്പോൾ കേൾ എന്ന് പറയുന്നത് വെക്ടറാണ്. ഡൈവേർജൻറ്റ് സ്കെയിലാർ ആയിരുന്നു, ബട്ട് കേൾ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കേൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കേൾ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റും ഡൈവേർജൻ്റ് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റും ആദ്യം പഠിച്ച ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് വെറും പ്രോഡക്റ്റുമാണ്. അപ്പോൾ ഇനി കേളിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കിക്കേ. അപ്പോൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, എ എന്നുള്ളത് മാറ്റിയിട്ട് എഫ് എന്ന് എഴുതുക. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ദ കേൾ ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ദ ടെൻഡൻസി ഓഫ് ദി വെക്റ്റർ ടു റൊട്ടേറ്റ്. അപ്പോൾ കേൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ റൊട്ടേഷനെയാണ് കാണിക്കുന്നത്. കേൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഗീവ്സ് ദ റൊട്ടേഷൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. The curl of a vector is also a vector whose direction is in the direction of axis of the rotation and magnitude is speed of rotation. നമ്മൾ കേൾ എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ്റെ റൊട്ടേഷനെയാണ് കാണിക്കുന്നത്. ആ റൊട്ടേഷൻ്റെ സ്പീഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കാണിക്കും. അതിൻ്റെ ആക്സിസ് ആണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ ഡയറക്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ദ സ്ട്രീം ഫ്ലോ പ്രോബ്ലം കൺസെപ്റ്റ് ഓഫ് കേൾ ഈസ് യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ഓഫ് എ സിങ്ക് ജനറലി അക്വയർ എ സർക്കുലാർ പാത്ത്. നമ്മളിപ്പോൾ വെലോസിറ്റി വെക്റ്റർ എടുക്കുകയാണെങ്കിൽ അതൊരു സർക്കുലാർ പാത്ത് ആയിരിക്കും കാണിക്കുന്നത്. ഓൺലി ബിക്കോസ് ഓഫ് ദ കേൾ ഓഫ് ദി വെക്റ്റർ ഈസ് നോട്ട് സീറോ ഓൾമോസ്റ്റ്. അപ്പോൾ അതിന് അത് കാര്യം അവിടെ കേള് സീറോ അല്ലാത്തതാണ്. അതായത് വെലോസിറ്റി വെക്റ്റർ സർക്കുലാർ പാത്ത് കാണിക്കുന്നതിൻ്റെ കാര്യം അവിടെ കേളിൻ്റെ വാല്യൂ സീറോ അല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡെൽ ഓപ്പറേറ്റർ, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേള്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം, നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ ആദ്യത്തെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡെൽ ഓപ്പറേറ്റർ തൊട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഡെൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അതൊരു വെക്ടർ ഓപ്പറേറ്ററാണ്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നതാണ് ഡെൽ ഓപ്പറേറ്റർ. ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻസാണ് മൂന്ന് കാര്യങ്ങൾ: ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ. ഡെല്ലും ഒരു സ്കെയിലാർ ഫംഗ്ഷനും. ഞാൻ ഈ പറയുന്ന വേർഡൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്കെയിലാർ എന്നാണ് ആദ്യം പറയുന്നത്, പിന്നെ രണ്ടെണ്ണം വെക്ടർ എന്നാണ് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് സ്കെയിലാർ ഫംഗ്ഷൻ സൈ ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ് ഓഫ് ദി സ്കെയിലാർ ഫംഗ്ഷൻ. ഗ്രേഡിയൻറ്റിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിൽ പറയേണ്ട പോയിന്റ്, ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഗീവ്സ് ദ പർട്ടിക്കുലർ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ചേഞ്ച് ഈസ് മാക്സിമം. ആ ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് ഏത് ഡയറക്ഷനിൽ മാക്സിമം എന്ന് കാണിക്കാനാണ് ഗ്രേഡിയൻറ്റ് കൊണ്ടുള്ള ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് സൈ ഒരു ടെമ്പറേച്ചർ ആയിട്ട് എടുത്തിട്ട് ആ എക്സാമ്പിളും കൂടെ എഴുതണം. അടുത്ത ഡൈവേർജൻ്റ് എന്ന് പറയുമ്പോൾ കൺസിഡർ എ വെക്ടർ എ. വെക്ടർ എ എന്ന് പറയുമ്പോൾ ഐ എ എക്സ് പ്ലസ് ജെ എ വൈ പ്ലസ് കെ എ ഇസഡ് എന്നാണ്. ഡെല്ലും എയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റിനെയാണ് ഡൈവേർജൻ്റ് എന്ന് പറയുന്നത്. ഡൈവേർജൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡൈവേർജൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എ എന്ന് പറയുന്നത് വെക്ടറാണ്, പക്ഷേ ഡെൽ ഡോട്ട് എ എടുത്താൽ നമുക്ക് സ്കെയിലാറാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിൽ ഡൈവേർജൻ്റ് പോസിറ്റീവ് വരും. ഇഫ് ദ ഫംഗ്ഷൻ സ്പ്രെഡ് ഔട്ട് എന്ന് കാണിക്കുമ്പോൾ പോസിറ്റീവ്, സിങ്ക് ആയിട്ട് കാണിക്കുമ്പോൾ ഡൈവേർജൻ്റ് നെഗറ്റീവ്. ഈ ഡൈവേർജൻറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്കൊരു ഫ്ലൂയിഡ് കംപ്രസിബിൾ ആണോ എന്നുള്ളത് മനസ്സിലാവും. ഇതൊക്കെയാണ് അവിടെ പറയേണ്ട പോയിന്റ്സ്, സിഗ്നിഫിക്കൻസ്. അടുത്ത കേൾ, കൺസിഡർ എ വെക്ടർ. നേരത്തെ എ എടുത്തു, ഇവിടെ നമ്മൾ അടുത്തൊരു വെക്ടർ എടുക്കുന്നു എഫ്. എഫ് ഇസ് ഈക്വൽ ടു ഐ എഫ് എക്സ് പ്ലസ് ജെ എഫ് വൈ പ്ലസ് കെ എഫ് ഇസഡ്. ഈ എഫ് എന്ന് പറയുന്ന വെക്ടറും ഡെല്ലും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ്, ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് എ
del and f is called the curl of the function. Curl എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ റൊട്ടേഷനെയാണ് കാണിക്കുന്നത്. ആ റൊട്ടേഷൻ്റെ സ്പീഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ആക്സിസ് അതിൻ്റെ ഡയറക്ഷനുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മൾ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ. അടുത്ത ലൈൻ ഇൻ്റഗ്രൽ. ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ, ഇത് മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ലൈൻ ഇൻ്റഗ്രൽ മീൻസ് the path in question is to be divided into small segments and the quantity in question is to be evaluated for each small segment and the sum is taken for the entire path. നോക്കിക്കേ, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ എ ബി എന്ന് പറയുന്ന ഒരു പാത്ത്, ഈ പാത്തിലെ ഏതോ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഈ പാത്തിലെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ പാത്തിനെ ഒരു ചെറിയ പോർഷനാക്കി ഡിവൈഡ് ചെയ്യുന്നു, ഡി എൽ. എന്നിട്ട് ആ ഡി എൽ പാത്തിലെ ആ കാര്യം കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രൽ എടുക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. We need to move a charge Q from A to B in an electric field E. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ നമ്മൾ ഈ പാത്തിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാത്തിനെ ചെറിയ സ്മോൾ ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, ഡി എൽ. ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ചാർജ് Q to ഡി എൽ. ഈ പാത്തിൽ ആ വർക്ക് മൂവ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ആ ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് QE.dl ആണ്. Q. അപ്പോൾ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി QE. ഈ ഇൻ്റഗ്രലിനെയാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ എൽ എന്നും എഴുതാറുണ്ട്. ഇനി സർഫസ് ഇൻ്റഗ്രൽ ഇതുപോലെ, കൺസിഡർ എ സർഫസ്. സർഫസ് ഇൻ്റഗ്രൽ മീൻസ് the surface in question is to be divided into small segments and the quantity in question is to be evaluated for each small segment. അതായത് ഇപ്പോൾ ഈ സർഫസിൽ എന്തെങ്കിലും ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സർഫസിനെ നമ്മൾ പല പല സെഗ്മെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു ചെറിയ സെഗ്മെൻറ്റാണ് DS. എന്നിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് ഈ പോർഷനെ കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ ക്വാണ്ടിറ്റി ഇൻ ക്വസ്റ്റ്യൻ ഇസ് ടു ബി ഇവാലുവേറ്റഡ് ഫോർ ദി സ്മോൾ സെഗ്മെൻറ്റ്. ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ക്വാണ്ടിറ്റി അത് നമ്മൾ ഈ സെഗ്മെൻറ്റിലേക്ക് കണ്ടുപിടിച്ചിട്ട് മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വി വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എസ്. ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം ഈ ചെറിയ പോർഷനിൽ കണ്ടുപിടിക്കും, അതായത് E.ds. ഇനി ടോട്ടൽ കണ്ടുപിടിക്കും, ഇൻ്റഗ്രൽ S ഇതിനെയാണ് സർഫസ് ഇൻ്റഗ്രൽ. വോളിയം ഇൻ്റഗ്രലും അതുപോലെ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ദ വോളിയം ഇൻ ക്വസ്റ്റ്യൻ ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ സ്മോൾ സെഗ്മെൻറ്റ്സ്. ആ വോളിയം കണ്ടുപിടിക്കേണ്ട പോർഷനെ കുറേ ചെറിയ ചെറിയ വോളിയം എലമെൻ്റ് ആയിട്ട് DV ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ V dV, ഇതിനെയാണ് വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഉണ്ട്, സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട്, വോളിയം ഇൻ്റഗ്രൽ ഉണ്ട്. അടുത്ത ഒരു രണ്ട് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗോസസ് ഡൈവേർജൻസ് തിയറം ആൻഡ് സ്റ്റോക്സ് തിയറം. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഇൻ്റഗ്രൽ ഉണ്ട്, ലൈൻ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ. ഈ സർഫസ് ഇൻ്റഗ്രലിനെ നമുക്ക് വോളിയം ഇൻ്റഗ്രൽ ആയിട്ട് ചേഞ്ച് ചെയ്യാം, അതിനെയാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ. എങ്ങനെയാണ് നോക്കിക്കേ, ഇൻ്റഗ്രൽ S.A.ds ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇൻ്റഗ്രൽ S സർഫസ് ഇൻ്റഗ്രലിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഇൻ്റഗ്രൽ V, A മാറിയിട്ട് del.A എന്ന് എഴുതണം, DS മാറിയിട്ട് dV എന്ന് എഴുതണം. ഇങ്ങനെയാണ് സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ A.ds എങ്ങനെ നമുക്ക് വോളിയം ഇൻ്റഗ്രൽ ആക്കാം, ഇൻ്റഗ്രൽ ആദ്യം V എന്നാക്കുക, A മാറിയിട്ട് del.dot ആണ് എടുക്കേണ്ടത്, ഡൈവേർജൻ്റ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു വെക്ടറിൻ്റെ ഡൈവേർജൻ്റ് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു വെക്ടറിൻ്റെ സർഫസ് ഇൻ്റഗ്രലും ആ വെക്ടറിൻ്റെ ഡൈവേർജൻറ്റിൻ്റെ വോളിയം ഇൻ്റഗ്രലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഗോസസ് ഡൈവേർജൻറ്റ് തിയറം. ഒരു വെക്ടറിൻ്റെ സർഫസ് ഇൻ്റഗ്രലും അതിൻ്റെ ഡൈവേർജൻറ്റിൻ്റെ വോളിയം ഇൻ്റഗ്രലും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഗോസസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് മാത്രം ഓർത്താലും മതി, സർഫസ് ഇൻ്റഗ്രൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ ബൈ ഗോസസ് ഡൈവേർജൻസ് തിയറം. എങ്ങനെയാണ്, ഇൻ്റഗ്രൽ S.A.ds ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V del.A dV. A മാറിയിട്ട് വേറെ ലെറ്റർ വെച്ചിട്ടും കൂടെ നമുക്ക് പറയാം. ഇൻ്റഗ്രൽ S, ഇപ്പം ഫോർ എക്സാമ്പിൾ F, ഇൻ്റഗ്രൽ S F.ds എന്നുള്ളത് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇൻ്റഗ്രൽ V del.F dV. DS മാറി dV ആവണം. ഓക്കെ, അടുത്ത സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുന്ന തിയറമാണ് സ്റ്റോക്സ് തിയറം. ലൈൻ ഇൻ്റഗ്രൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ബൈ സ്റ്റോക്സ് തിയറം. അവിടെ del.dot എടുത്ത സ്ഥലത്ത് ഇവിടെ del ക്രോസ് എടുക്കണം. നോക്കിക്കേ, ഇൻ്റഗ്രൽ A.dl ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ S del ക്രോസ് A ds. ഇതാണ് സ്റ്റോക്സ് തിയറം. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. Equation of continuity. We know that the charge density is defined as charge density rho is equal to charge by volume. നമുക്കറിയാം density is equal to charge density charge by volume ആണ്. rho is equal to charge Q, volume dV. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q is equal to rho dV. Q is equal to
റോ ഡി വി എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ ആണ്. അപ്പോൾ ഐ ബൈ ഡി എസ് എന്ന് എഴുതണം. ഐ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട. ക്യൂ ഇസ് ഈക്വൽ ടു റോ ഡി വി, ഐ ഇസ് ഈക്വൽ ടു ജെ ഡി എസ്. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് കൺസിഡർ എ വോളിയം വി വിത്ത് ചാർജ് ഡെൻസിറ്റി റോ. ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ വോളിയം ക്യാൻ ബി റിട്ടേൺ ആസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി റോ ഡി വി. അപ്പോൾ ടോട്ടൽ ഇത് ചെറിയ എലമെൻറ്റിലാണ് ഡി വി. നമ്മൾ വി വോളിയത്തിലാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വി റോ ഡി വി. ഇത് ചെറിയൊരു എലമെൻറ്റിലുള്ളത്, ഇത് മൊത്തത്തിലുള്ളത്. ദ ടോട്ടൽ കറണ്ട് അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ വി റോ ഡി വി ടോട്ടൽ വരും, ഇവിടെ ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ് ടോട്ടൽ കറണ്ടും വരും. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസ്, ഇത് നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ട പോയിൻ്റാണ്. ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദി സർഫസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ് ഇൻ ദ വോളിയം. അപ്പോൾ ആ വോളിയത്തിൽ എത്ര ചാർജ് ഡിക്രീസ്, അല്ലെങ്കിൽ നമുക്കറിയാം ചാർജിൻ്റെ ഫ്ലോ ആണ് കറണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത്, കറണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർഫസ്, അതിലൂടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ കുറയുന്ന ചാർജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി. അതെന്ന് പറയുന്നത് ഈ എന്താണ് ഇവിടെ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജിന്, അതായത് ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ കുറയുന്ന ചാർജിന്, അതുകൊണ്ട് നെഗറ്റീവ് ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ്. ഓക്കെ, അടുത്ത ഡി ബൈ ഡി ടി ഓഫ് ക്യൂ, അത് തന്നെ എഴുതിയിട്ട് ഡി ബൈ ഡി ടി ഓഫ് ക്യൂവിന് പകരം ഇൻറ്റഗ്രൽ വി റോ ഡി വി, നേരത്തെ എഴുതിയ കാര്യം ഇൻറ്റഗ്രൽ വി റോ ഡി വി. ഇനി ഡി ബൈ ഡി ടി ഓഫ് ക്യൂ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻറ്റഗ്രൽ പുറത്തെടുത്തിട്ടുണ്ട്. അടുത്ത ഇതിന് പകരം നേരത്തെ എഴുതിയ അപ്പുറത്തെ സൈഡ് പേജിൽ എഴുതിയ കാര്യം മൈനസ് ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസ് ഇസിക്കൽ ടു ഇൻറ്റഗ്രൽ വി റോ ഡി വി. അടുത്ത ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എസിനെ ഇൻറ്റഗ്രൽ വി റോ ഡെൽ ഡോട്ട് ജെ ഡി വി എന്നൊക്കെ എങ്ങനെയാണ്? ബൈ ഗോസസ് ഡൈവേർജൻസ് തിയറം അനുസരിച്ച് സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലാക്കി മാറ്റി. കാര്യം ഇവിടെ ഈ സൈഡ് വോളിയം ആയതുകൊണ്ട് ഈ സൈഡും കൂടി നമ്മൾ എന്താക്കി മാറ്റുന്നു? വോളിയം ഇൻറ്റഗ്രലാക്കി മാറ്റുന്നു. ഇവിടെ വോളിയം ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് ഈ സൈഡും വോളിയം ഇൻറ്റഗ്രലാക്കി മാറ്റുന്നു. എന്നിട്ട് അപ്പോൾ മൈനസ് ഇവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റഗ്രലൊക്കെ ഒരുപോലെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മൈനസ് ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി മൈനസ് ഡെൽ ഡോട്ട് ജെ ഇസിക്കൽ ടു ഡോ റോ ബൈ ഡോ ടി, എന്നിട്ട് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഇസിക്കൽ ടു 0. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ചാർജിൻ്റെ കൺസർവേഷനെയാണ് ഈ ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഇസിക്കൽ ടു 0. ഈ ഇക്വേഷനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇത്രയും ടോപ്പിക്കാണ് തീർത്തേക്കണേ. ഒന്ന് ഡെൽ ഓപ്പറേറ്റർ, ദെൻ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ ആൻഡ് ലൈൻ ഇൻറ്റഗ്രൽ, സർഫസ് ഇൻറ്റഗ്രൽ, വോളിയം, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. പിന്നെ ഗോസസ്